ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രോബബിലിറ്റി ആൻഡ് റാൻഡംനെസ്, അതേപോലെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. സോ എന്താണ് ഈ പറഞ്ഞ പ്രോബബിലിറ്റി ആൻഡ് റാൻഡംനെസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. അതിനായിട്ട് സപ്പോസ് വി പ്രിപ്പയർ ആൻ ആറ്റം ബൈ അറ്റാച്ചിങ് ആൻ ഇലക്ട്രോൺ ടു എ ന്യൂക്ലിയസ്. അതായത് നമ്മളൊരു ഇത് ഒരു ജസ്റ്റ് ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ റാൻഡംനെസ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനോട് കൂടി ഒരു ഇലക്ട്രോൺ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു ആറ്റം നമ്മൾ നിർമ്മിക്കുന്നു. ഒരു ആറ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ എങ്ങനെയാണ്? വി പ്രിപ്പയർ ആൻ ആറ്റം ബൈ അറ്റാച്ചിങ് ആൻ ഇലക്ട്രോൺ ടു എ ന്യൂക്ലിയസ്. ഇനി സം ടൈം ആഫ്റ്റർ പ്രിപ്പയറിങ് അവർ ആറ്റം, ഇങ്ങനെ നമ്മളൊരു ആറ്റം പ്രിപ്പയർ ചെയ്തതിന് ശേഷം വി മെഷർ ദ പൊസിഷൻ ഓഫ് ദി ഇലക്ട്രോൺ, നമ്മൾ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യുന്നു. വി ദെൻ റിപ്പീറ്റ് ദ പ്രൊസീജിയർ പ്രിപ്പയറിങ് ദ ആറ്റം ഇൻ ആൻ ഐഡൻറ്റിക്കൽ വേ ആൻഡ് ഫൈൻഡ് ദാറ്റ് a remeasurement of the position of the electron yields a different value from that found in our first measurement. അതായത് ഞാൻ ആദ്യം ഒരു ആറ്റം പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്തു, എനിക്ക് മെഷർ ചെയ്തപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. ഞാൻ ഇതേപോലെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആറ്റം വീണ്ടും പ്രിപ്പയർ ചെയ്തു, വീണ്ടും മെഷർമെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടിയത്. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള, നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ആറ്റം പ്രിപ്പയർ ചെയ്ത് ഈ മെഷർമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ മെഷർമെൻറ്റിലും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അതായത് എല്ലാം ഡിഫറൻ്റ് ആവണം എന്നുള്ളതല്ല, മറിച്ച് ആദ്യം കിട്ടിയ വാല്യൂ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻ ഫാക്ട് ഈച്ച് ടൈം വി റിപ്പീറ്റ് ദ മെഷർമെൻറ്റ് വി മേ ഒബ്റ്റെയിൻ എ ഡിഫറൻ്റ് ഔട്ട്കം. If we repeat the measurement a large number of times, we find ourselves led to a conclusion that runs counter to a basic notion of classical physics. Systems that are prepared in identical ways do not show identical subsequent behavior. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സിസ്റ്റംസും ഐഡൻറ്റിക്കലാണ്. നമ്മൾ ഈ ഓരോ ഐഡൻറ്റിക്കൽ സിസ്റ്റം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് നടത്തുമ്പോഴും, ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ് നടത്തുമ്പോഴും ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ ഫിസിക്സിന് കൗണ്ടർ ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് സിസ്റ്റംസ് ദാറ്റ് ആർ പ്രിപ്പയർഡ് ഇൻ ഐഡൻറ്റിക്കൽ വേസ്, ഐഡൻറ്റിക്കൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത സിസ്റ്റം ആണെങ്കിൽ കൂടിയും ഇറ്റ് ഡു നോട്ട് ഷോ ഐഡൻറ്റിക്കൽ സബ്സിക്വൻറ്റ് ബിഹേവിയർ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നില്ല? ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ തരുന്നില്ല. What hope do we then have of constructing a mathematical theory that has any usefulness at all in predicting the outcome of a measurement if that outcome is completely random? അതായത് ഇത്തരത്തിലൊരു മെഷർമെൻറ്റിൻ്റെ കേസിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ തിയറി ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ബിക്കോസ് ഓരോ മെഷർമെൻറ്റിലും നമുക്ക് ഓരോ ഔട്ട്കമാണ് കിട്ടുന്നത്, കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ള ഔട്ട്കമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മെഷർമെൻറ്റിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നോ, ദ സൊല്യൂഷൻ ടു ദിസ് ഡിലേമ, ഈ ഒരു പ്രശ്നം നമുക്കിപ്പോൾ നമ്മൾ എൻകൗണ്ടർ ചെയ്ത ഈ ഒരു പ്രോബ്ലം, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നത് ഇറ്റ് ലൈസ് ഇൻ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എനി ഗിവൺ റിസൾട്ട് ഫ്രം ആൻ എക്സ്പെരിമെൻറ്റ് ഹൂസ് പോസിബിൾ റിസൾട്ട്സ് ആർ സബ്ജക്ട് ടു സം ലോസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇവിടെ എന്താണ്? ഇത് പ്യുവർലി ഒരു പ്രോബബിലിറ്റിയാണ്. നമുക്കൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളത് വെച്ചിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇഫ് വി കനോട്ട് പ്രഡിക്റ്റ് ദ ഔട്ട്കം ഓഫ് ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നെങ്കിൽ ഹെഡാണ് കിട്ടുക, അല്ല എന്നുണ്ടെങ്കിൽ ടെയിലാണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഡൈസ് ടോസ് ചെയ്യുന്നു. ഒരു ഡൈസ് ടോസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് 1 to 6 ഏത് വേണമെങ്കിലും കിട്ടാം. എന്ന് വെച്ചാൽ ഈ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും തുല്യമാണ്. എന്ന് വെച്ചാൽ രണ്ടും 50% ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? പ്രോബബിലിറ്റിയുടെ ടേംസിലാണ് നമ്മൾ സമീപിക്കുന്നത്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാവുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: വി ആർ ഗോയിങ് ടു ഗെറ്റ് ഐദർ എ ഹെഡ് ഓർ എ ടെയിൽ, അല്ലേ?
ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ് കിട്ടുക. ഹെഡ് കിട്ടാനുള്ള സാധ്യത 50% ആണ്, ടെയിൽ കിട്ടാനുള്ള സാധ്യതയും 50% ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. ബട്ട് വൺസ് വി കണ്ടക്ട് ദിസ് എക്സ്പെരിമെൻറ്റ് നമുക്ക് എയ്തർ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് നടന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ കിട്ടിയത് ഹെഡാണ് അല്ലെങ്കിൽ നമുക്ക് ടെയിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ഈ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനെ നമ്മൾ സമീപിക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെയാണ് ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് 1 to 6 റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈസ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് 4 എന്ന് പറയുന്ന ഒരു ഫിഗർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. അതായത് ഇതിലുള്ള എല്ലാം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് തുല്യമാണ്. ഓക്കെ, വൺസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു. നൗ വി ക്യാൻ ഹവർ പ്രെഡിക്റ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ലാർജ് നമ്പർ. അതായത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് നമ്മൾ നടത്തിയിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇത് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി പറ്റില്ല. മറിച്ച് ഐദർ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ രണ്ടിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. ഈ എക്സ്പെരിമെൻറ്റ് നമ്മളൊരു 1000-ഓ 10,000-ഓ തവണ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നമുക്ക് എന്ത് പറയാം, വേണമെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നാലും ടോട്ടൽ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റുക, 50% കേസുകളിൽ ഹെഡാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ 50% കേസുകളിൽ ടെയിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഫോർ ആൻ എക്സാമ്പിൾ, ഓൺ എ സിംഗിൾ ഫ്ലിപ്പ് ഓഫ് എ കോയിൻ, ഒരു തവണ കോയിൻ ടോസ് ചെയ്യുന്നു. വി കനോട്ട് പ്രെഡിക്റ്റ് വെദർ ദ ഔട്ട്കം വിൽ ബി ഹെഡ്സ് ഓർ ടൈൽസ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഹെഡാണോ ടൈലാണോ കിട്ടുകയെന്ന്. ദ ടു ആർ ഈക്വലി ലൈക്ലി, രണ്ടിനും ഒരേ സാധ്യതയാണുള്ളത്. ഇഫ് വി മേക്ക് എ ലാർജ് നമ്പർ ഓഫ് ട്രയൽ, നമ്മൾ കുറേയധികം ട്രയൽ നടത്തി, ഇഫ് വി എക്സ്പെക്ട് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി 50% വിൽ ടേൺ അപ്പ് ഹെഡ്. നമ്മളൊരു 10,000 തവണ നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% കേസുകളിൽ ഹെഡും 50% വിൽ ഈൽഡ് ടെയിൽ. ഈവൻ ദോ വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഓഫ് എനി സിംഗിൾ ടോസ് ഓഫ് ദ കോയിൻ, വി ക്യാൻ പ്രെഡിക്റ്റ് റീസണബിളി വെൽ ദ റിസൾട്ട് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ടോസസ്. അതായത് ഒരു കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എങ്കിലും ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വി ക്യാൻ പ്രെഡിക്റ്റ് റീസണബിളി വെൽ, ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അവർ സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഗവേൺഡ് ബൈ ദ ലോസ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ലീഡ് അസ് ടു എ സിമിലർ സിറ്റുവേഷൻ. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് ഈ കോയിൻ ടോസ് ചെയ്യുന്ന കാര്യവും ഡൈസിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? ക്വാണ്ടം ഫിസിക്സിലും ഇതേ ഈ പറഞ്ഞ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക. We cannot predict the outcome of any single measurement of the position of the electron in an atom we prepared, but if we do a large number of measurements, we ought to find a statistical distribution of the result. അതായത് ഒരു ആറ്റം നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പൊസിഷൻ മെഷർമെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു മെഷർമെൻറ്റിൽ നിന്നും നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നടത്തി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. But that conclusion will be purely based on the probability. Now, we cannot develop a mathematical theory that predicts the result of a single measurement. ഒരു സിംഗിൾ മെഷർമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വെച്ച് ഒരു റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് വി ഡു ഹാവ് എ മാത്തമാറ്റിക്കൽ തിയറി ദാറ്റ് പ്രെഡിക്ട്സ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ ഓഫ് എ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്, നമ്മുടെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് പ്രിപ്പയർ ചെയ്ത് മെഷർമെൻറ്റ് നടത്തുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ് ആവുന്നത്. Now, the quantum theory provides this mathematical procedure which enables us to calculate the average or probable outcome of measurements and the distribution of individual outcomes about the average. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എന്താണ് മനസ്സിലാവുക, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബെൽ കർവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിൽ നമ്മളൊരു ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നടത്തി നമുക്കതിൽ നിന്നൊരു ബെൽ കർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഒരു ആവറേജ് വാല്യൂ പറയാൻ വേണ്ടി പറ്റും. ബേസ്ഡ് ഓൺ ദാറ്റ് ആവറേജ് വാല്യൂ എന്താണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആവറേജ് വാല്യൂ ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് ടുവേർഡ്സ് റൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പ്രെഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കർവിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ പി എക്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, so in fact the concept of statistical averages are not as far removed from our daily lives as we think. ഇനി ഞങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് വരുമ്പോൾ ഇവിടെയുണ്ട് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജിൻ്റെ കോൺസെപ്റ്റ്. നിങ്ങൾ വെതർ പ്രഡിക്ഷൻ, ഓക്കെ, ഒരു പക്ഷേ ഒരു വെതർ പ്രഡിക്ഷനിൽ നാളെ മഴ പെയ്യാനുള്ള സാധ്യത 50%, പെയ്യാതിരിക്കാനും പെയ്യാനുമുള്ള സാധ്യതയുണ്ട് 50% എന്നുള്ള രീതിയിൽ നമ്മൾ വെതർ പ്രഡിക്ഷൻസ് കേൾക്കാറുണ്ട്.
വിൽ ഇറ്റ് റെയിൻ എന്താണ് അതിൻ്റെ അർത്ഥം? നാളെ മഴ പെയ്യാനുള്ള സാധ്യത 50% പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിൽ ഇറ്റ് റെയിൻ 50% ഓഫ് ദ ടൈം? ഓക്കെ, അതായത് 24 മണിക്കൂറിൽ 12 മണിക്കൂർ മഴ പെയ്യുന്നു, 12 മണിക്കൂർ മഴ പെയ്യല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഓർ ഓവർ 50% ഓഫ് ദ സിറ്റി, നിങ്ങളുടെ സിറ്റിയുടെ പകുതി ഭാഗത്ത് മഴ പെയ്യും അല്ലെങ്കിൽ 50% പോർഷനിൽ മഴ പെയ്യും എന്നുള്ളതല്ല അർത്ഥം. ദ പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫോർകാസ്റ്റ് ഈസ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് സെറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ പ്രകാരം ഇൻ എ ലാർജ് നമ്പർ ഓഫ് സിമിലർ കേസസ്, അതായത് കുറേ സിമിലർ കേസസ്, ഇതുപോലുള്ള സിമിലർ കേസസ്, അതായത് നിങ്ങൾ മുൻപ് സ്റ്റഡി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മുൻപ് സ്റ്റഡി ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നാണ് പറയുന്നത് മഴ പെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50% എന്ന് പറയാനുള്ള കാരണം. അതായത് ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ വെച്ച് ഇതിനു മുൻപ് ഉള്ള സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ഇത്തരം കേസുകളിൽ 50% കേസുകളിൽ മഴ പെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ 50% കേസുകളിൽ മഴ പെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുക. നൗ സോ അത് ഒരിക്കലും ഒരു സിംഗിൾ മെഷർമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിംഗിൾ കേസിൽ നിന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ് കുറേ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ കുറേ പ്രീവിയസ് ഡാറ്റയുണ്ട്, ഒരു ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സിൽ നിന്ന് കിട്ടിയ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് അത്തരത്തിലൊരു പ്രഡിക്ഷൻ കൊണ്ടുവരുന്നത്. നൗ എ സർജൻ ഹു അസേർട്സ് ദാറ്റ് എ പേഷ്യൻറ്റ് ഹാസ് 50% ചാൻസ് ഓഫ് സർവൈവിങ് ആൻ ഓപ്പറേഷൻ മീൻസ് എക്സാക്ട്ലി ദ സെയിം തിങ്. The experience with a large number of similar cases suggests a recovery in about half. അതായത് ഒരു ഓപ്പറേഷന് മുമ്പ് ഒരു സർജൻ പറയുകയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത 50% പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താണ് 50% കേസുകളിലാണ് പേഷ്യൻ്റ് ഇതിനു മുമ്പ് ഈ രീതിയിൽ സർവൈവ് ചെയ്തിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഓർ ബേസ്ഡ് ഓൺ എ ലാർജ് നമ്പർ ഓഫ് സിമിലർ കേസസ് ഓർ എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ the surgeon is predicting a 50% chance of recovery. Okay, so now ഇതേ ലാംഗ്വേജ് ആണ്, അതായത് ഈ പ്രോബബിലിറ്റിയുടെ ഇതേ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി സേ ദാറ്റ് ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഹാസ് എ 50% പ്രോബബിലിറ്റി ഓഫ് സർക്കുലേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മളൊരു ഇലക്ട്രോണിൻ്റെ സ്പിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ എന്താണ് ഒരു ഓർബിറ്റിൽ കൂടി സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിലൊരു മെഷർമെൻറ്റിൽ 50% കേസുകളിൽ ഇലക്ട്രോൺ ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നതായിട്ടും 50% കേസുകളിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നതായിട്ടും കിട്ടുന്നു. വി മീൻ ദാറ്റ് ഇൻ ഒബ്സർവിംഗ് എ ലാർജ് കളക്ഷൻ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് വി ഫൈൻഡ് 50% സർക്കുലേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ്, 50% ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സോ ഓഫ് കോഴ്സ് എ സിംഗിൾ മെഷർമെൻറ്റ്. പക്ഷേ നമ്മളിതിപ്പോൾ എവിടെ പറയുക, നമ്മളിപ്പോൾ ഒരു 1000 ടൈംസ് അല്ലെങ്കിൽ ഒരു 10,000 ടൈംസ് നമ്മൾ ഇലക്ട്രോണിൻ്റെ മോഷൻ നമ്മൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ആ ബേസ്ഡ് ഓൺ ദാറ്റ് ലാർജ് നമ്പർ ഓഫ് ഡാറ്റ 50% ക്ലോക്ക് വൈസും 50% ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് കാണുന്നു. അതേസമയം ഒരു സിംഗിൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക, മെഷർമെൻറ്റിന് മുമ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഐദർ ഇലക്ട്രോൺ ക്ലോക്ക് വൈസിലായിരിക്കും അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും മൂവ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടി പറ്റൂ. സിമിലർലി ആസ് ദാറ്റ് ഓഫ് ഐദർ റെയിൻസ് ഓർ ഇറ്റ് ഡസൻറ്റ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ലിവ്സ് ഓർ ഡൈസ് എന്ന് പറയുന്നത് പോലെ തന്നെ. പക്ഷേ വൺസ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഇതിലെന്താണ് ഈ പറഞ്ഞ 2 സാധ്യതകളിൽ ഏതിലെങ്കിലും ഒന്നിലേക്ക് ഇതിൻ്റെ റിസൾട്ട് കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്കിതിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാം, ഒരു അനദർ സ്കൂൾ ഓഫ് തോട്ടാണ്. വൺ കുഡ് ആർഗ്യൂ ദാറ്റ് ദ ഫ്ലിപ്പ് ഓഫ് എ കോയിൻ, ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് എന്താണ് ഹെഡ് വീഴാൻ സാധ്യതയുണ്ട്, ടെയിൽ വീഴാനും സാധ്യതയുണ്ട്, രണ്ടിനും സെയിം പ്രോബബിലിറ്റിയാണ്, 50% പ്രോബബിലിറ്റിയാണെന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ നമ്മൾ പറയുന്നത് അതൊരു പക്ഷേ ഇതൊരു വേറൊരു രീതിയിലുള്ളൊരു ചിന്തയാണ്. ഓക്കെ, അതായത് ബട്ട് ദാറ്റ് അപ്പാരൻ്റ്ലി റാൻഡം നേച്ചർ ഓഫ് ദി ഔട്ട്കം സിംപ്ലി റിഫ്ലക്ട്സ് അവർ ലാക്ക് ഓഫ് നോളജ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്, ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്? അതായത് 50% കേസുകളിൽ ഹെഡ് കിട്ടാം, 50% കേസുകളിൽ ടെയിൽ കിട്ടാമെന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് നമുക്കിത് പറയേണ്ടി വരുന്നത് ഈ സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണ് എന്നുള്ള മറ്റൊരു തോട്ടാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മളൊരു ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡൈസ് ടോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഡൈസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഒരു ഡൈസ് ടോസ് ചെയ്യുന്നു. ഡൈസ് ടോസ് ചെയ്ത് കഴിയുമ്പോൾ 1 to 6 ഏത് നമ്പർ വേണമെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഓരോന്നും കിട്ടാനുള്ള സാധ്യത 1/6 ആണ് എന്നാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എനിക്ക് 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്, 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. അപ്പോൾ എനിക്കിവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയേണ്ടി വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഇതിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണോ
എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ഡൈസ് മുകളിലേക്ക് ത്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടോസ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, ഇനീഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം, അല്ലെങ്കിൽ ഇനീഷ്യൽ ഓറിയൻറ്റേഷൻ അറിയാം, അതിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് അറിയാം. ഇങ്ങനെ ചില പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഇത് വീഴുന്ന നമ്പർ ഏതാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയേനെ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റിയേനെ, കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയേനെ. ആൻഡ് പ്രിസൈസ്ലി വാട്ട് ദ ലോസ് ആർ ദാറ്റ് ഗവേൺ they are bouncing on the table, we should be able to predict exactly how they would land. കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റിയേനെ എന്നുള്ളൊരു ചിന്തയാണ്. അതായത് ഇപ്പം 2, 3 അല്ലെങ്കിൽ 4 തുടങ്ങിയ നമ്പറുകൾ വീഴാനുള്ള സാധ്യത 1/6 ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരുന്നത് നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സിസ്റ്റത്തിൻ്റെ ഫിസിക്സിനെ സംബന്ധിക്കുന്ന ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഈ ഡൈസ് ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ ഈ ഡൈസ് ടോസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇനീഷ്യൽ ഓറിയൻറ്റേഷനും റൊട്ടേഷണൽ സ്പീഡും ഇത് തിരിച്ച് ടേബിളിൽ വന്ന് വീണ് കഴിയുമ്പോൾ ബൗൺസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഫിസിക്സ് ലോസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ കൃത്യമായി ഏത് നമ്പറായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുമോ എന്ന തരത്തിലുള്ളൊരു ചിന്തയാണ് ഇവിടെ പറയുന്നത്. സിമിലർലി നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് ഫിസിക്സിൽ ഇപ്പോൾ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു പേഷ്യൻ്റ് സർജറിക്ക് ശേഷം രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ പ്രഡിക്ഷൻസ് ഒരു പക്ഷേ നമ്മുടെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണോ നമുക്കിത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുക? ഈ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നോളജ് നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ പേഷ്യൻ്റ് സർവൈവ് ചെയ്യോ ഇല്ലയോ എന്ന് കൃത്യമായി പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ മഴ നാളെ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ഈ ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൃത്യമായിട്ട് ഏത് ഫിഗർ ആയിരിക്കും കിട്ടുക എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പക്ഷേ when we instead analyze the outcomes in terms of probability, we are really admitting our inability to do the analysis exactly. അതായത് നമ്മൾ പ്രോബബിലിറ്റിയുടെ ടേംസിൽ നമ്മൾ ഇതിനെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇൻഎബിലിറ്റി, ഇത് കൃത്യമായി പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നമ്മുടെ ഒരു ഇൻഎബിലിറ്റി നമ്മൾ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ചിന്തയാണിത്. ഓക്കെ, ഇതൊരു തോട്ടാണ്. അപ്പോൾ ഈ തോട്ടിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പറയുകയാണ്, നിങ്ങളൊരു ഇലക്ട്രോണിൻ്റെ മോഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞെന്താ 50% കൗണ്ടർ ക്ലോക്ക് വൈസ് 50% ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന സിസ്റ്റത്തെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫിസിക്സ് നമുക്ക് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു കൺസ്ട്രെയിൻ, ഓക്കെ, നമ്മുടെ ആ ഒരു കൺസ്ട്രെയിൻ്റെ പേരിൽ നമ്മൾ തന്നെ പറഞ്ഞ് സമാധാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ടേം ആണോ ഈ പ്രോബബിലിറ്റി എന്നുള്ളതിലേക്കുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ദർ ഇസ് എ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് അസേർട്സ് ദാറ്റ് ദ സെയിം സിറ്റുവേഷൻ എക്സിസ്റ്റ് ഇൻ ക്വാണ്ടം ഫിസിക്സ്. അതായത് according to this interpretation, we could predict exactly the behavior of electron in our atom if only we knew the nature of a set of so-called hidden variables that determine its motion. അതായത് ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്ന ഇതാണ്, ഒരു ഇലക്ട്രോൺ കൃത്യമായി ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഹിഡൻ വേരിയബിൾസ്. ഓക്കെ, ഹിഡൻ വേരിയബിൾസ് എന്ന് ഉദ്ദേശിച്ചാൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഡൈസ് ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ്, കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ഈ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന ചില നമുക്കറിയത്തില്ലാത്ത ചില വേരിയബിളുകൾ നമുക്കറിയത്തില്ലാത്തതിൻ്റെ പേരിലാണ് നമുക്കിത് കൃത്യമായി പറയാൻ വേണ്ടി പറ്റാത്തത്. അത് നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആണ് എന്ന തരത്തിലൊരു ഇൻ്റർപ്രിട്ടേഷൻ ഇതിലുണ്ട്. അത് വേറൊരു സ്കൂൾ ഓഫ് തോട്ടാണ്. ഹവർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്, പക്ഷേ ഇങ്ങനെ ഒരു ഈ രീതിയിലുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. പക്ഷേ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? നിരാകരിക്കുകയാണ്. സോ ഡിസഗ്രീസ് വിത്ത് ദിസ് തിയറി. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ വി മസ്റ്റ് കൺക്ലൂഡ് ദാറ്റ് ദ റാൻഡം ബിഹേവിയർ ഓഫ് എ സിസ്റ്റം, ഈ രീതിയിൽ ഒരു റാൻഡം ബിഹേവിയർ കാണിക്കുന്നത് governed by the laws of quantum physics is a fundamental aspect of nature and not a result of our limited knowledge. അതായത് നമ്മുടെ നോളജിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് ഇത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഏത്? ഈ പറഞ്ഞ റാൻഡം ബിഹേവിയർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോബബിലിസ്റ്റിക് നേച്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. നൗ ഇതാണ് പ്രോബബിലിറ്റി ആൻഡ് റാൻഡംനെസ്. നൗ വി ആർ ഗോയിങ് ടു പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മൾ സാധാരണ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ, ഇൻ എനി വേവ് ഫിനോമിനൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി സച്ച് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പ്രഷർ വേരീസ് വിത്ത് ലൊക്കേഷൻ ആൻഡ് ടൈം. നമ്മളൊരു വേവ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എപ്പോഴും ഒരു വേവിലുണ്ടാവും. അത് മേ ബി അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും. ഓക്കെ, ലൊക്കേഷൻ അനുസരിച്ചും ടൈമിനനുസരിച്ചും ചേഞ്ച് ചെയ്യാവുന്ന ചില ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ പ്രഷറൊക്കെ. സോ വാട്ട് ഈസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് വേരീസ് ആസ് ദ ഡി ബ്രോയി വേവ് പ്രൊപ്പഗേറ്റ്സ്?
അപ്പോൾ ഒരു ഡി ബ്രോഗ്ലി വേവ്, നമ്മൾ ഈ സാധാരണ ക്ലാസിക്കൽ വേവ്സിന് പകരം നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ഡി ബ്രോയി വേവ് എന്ന് വെച്ചാൽ മാറ്റർ വേവ്, പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ്, അതാണ് മാറ്റർ വേവ്, അതാണ് ഡി ബ്രോയി വേവ്. ആ ഡി ബ്രോയി വേവിൻ്റെ കേസിൽ എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും ഈ പറഞ്ഞ ടൈമിനനുസരിച്ച് വേരി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു ഡി ബ്രോയി വേവ് എന്ന് പറയുന്നതിന് പകരം ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഒരു സിംഗിൾ വേവ് അല്ല മറിച്ച് ഒരു വേവ് പാക്കറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇത് നമ്മളൊരു വേവ് പാക്കറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. സപ്പോസ് ഒരു വേവ് പാക്കറ്റ് ഇതിൻ്റെ എന്താണ് സ്പേസിലുള്ള അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ടു എ റീജിയൻ ഓഫ് സ്പേസ് ഓഫ് ഡയമെൻഷൻ ഡെൽറ്റ എക്സ്, ഒരു പാർട്ടിക്കിൾ ഈ ഡെൽറ്റ എക്സ് ഡയമെൻഷനുള്ളിൽ കൺഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വേവ് പാക്കറ്റ് ഹാസ് ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഓൺലി ഇൻ എ റീജിയൻ ഓഫ് സ്പേസ് ഓഫ് ഡയമെൻഷൻ ഡെൽറ്റ എക്സ്. അതായത് ഈ പാർട്ടിക്കിൾ ഡെൽറ്റ എക്സിനുള്ളിൽ കൺഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ വേവ് പാക്കറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന റീജിയനിൽ ഹൈ ആയിരിക്കും. അതിന് കഴിഞ്ഞു പോകുമ്പോൾ, അതായത് ഈ രണ്ട് റീജിയൻ നിങ്ങൾ നോക്കി അറിയാം, ഇവിടെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായിട്ട് കാണും. എന്ന് വെച്ചാൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മുടെ ഒരു ഡി ബ്രോയി വേവ് അല്ലെങ്കിൽ ഒരു മാറ്റർ വേവിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ശരിക്കും ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പറയാം. അതായത് ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ലാർജ് വേർ ദ പാർട്ടിക്കിൾ ഈസ് ലൈക്ലി ടു ബി ഫൗണ്ട് ആൻഡ് സ്മോൾ വേർ ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ലൈക്ലി ടു ബി ഫൗണ്ട്. പാർട്ടിക്കിളിനെ കാണാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ മാറ്റർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെന്നും പാർട്ടിക്കിളിനെ കാണാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് എനി പോയിന്റ്, ഒരു പ്രത്യേക പോയിന്റിൽ പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡി ബ്രോയി വേവ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലുള്ള ഡി ബ്രോയി വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ സാധാരണ ക്ലാസിക്കൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ് ഈസ് പ്രപ്പോർഷണൽ ടു മോഡുലസ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു മോഡുലസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അതേ എക്സ്പ്രഷനെ നമ്മളൊരു ഡി ബ്രോയി വേവിൻ്റെ കേസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോബബിലിറ്റി ടു ഒബ്സർവ് എ പാർട്ടിക്കിൾ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മോഡുലസ് ഓഫ് ദ ഡി ബ്രോയി വേവ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഡി ബ്രോയി വേവ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുന്നത് ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു ദി പ്രോബബിലിറ്റി ടു ഒബ്സർവ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ പറഞ്ഞ ഒരു വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക ഒരു ഡബിൾ സ്ലിറ്റാണ്. ഇവിടെ രണ്ട് സ്ലിറ്റുകളുണ്ട്. ഇതൊരു സോഴ്സാണ്. ഈ സോഴ്സിൽ നിന്നും ചില പാർട്ടിക്കിളുകൾ ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ക്രീനിൽ എന്ത് തരത്തിലുള്ള പാറ്റേൺ കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം ഫയർ ചെയ്യുന്നത് സാധാരണ നോർമൽ പാർട്ടിക്കിൾസ് ആണ്. രണ്ടാമത് വേവ് ആണ് ഈ പറഞ്ഞ സോഴ്സിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. മൂന്നാമത് ക്വാണ്ടം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ക്വാണ്ടം ഒബ്ജക്ട്സ്, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ ക്വാണ്ടം ഒബ്ജക്ട്സ് ആണ് ഇതിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടം ഒബ്ജക്റ്റ് തന്നെ സോഴ്സിൽ നിന്ന് പോകുന്നു, പക്ഷേ അവിടെ ഒരു ഒബ്സർവറുടെ പ്രസൻസ് കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ആദ്യത്തെ പാർട്ടിൽ കണ്ടത് എന്താണ്? ആദ്യത്തെ പാർട്ടിൽ കണ്ടത് സാധാരണ പാർട്ടിക്കിളാണ് ഇവിടുന്ന് പോകുന്നത്. ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ ഈ എന്താണ് ഈ രണ്ട് സ്ലിറ്റിൽ ഏതെങ്കിലും ഒരു സ്ലിറ്റിൽ കൂടി ആയിരിക്കും ഈ പാർട്ടിക്കിൾ പാസ് ചെയ്യുക. അങ്ങനെ പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് സ്ക്രീനിൽ സാധാരണ എന്താണ് പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് ആ സ്ക്രീനിൽ കിട്ടുന്നതായിട്ട് കാണാം. നൗ അടുത്തത് വേവ് ആണ്. ഇനി ഈ പറഞ്ഞ സോഴ്സിൽ നിന്ന് വേവ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളവിടെ കണ്ടു ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടിയ പാറ്റേൺ എന്ന് പറയുന്നത് ക്ലിയർലി ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ്. നമുക്കറിയാം വേവിൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഇനി അടുത്തത് പറയുന്നത് ക്വാണ്ടം പാർട്ടിക്കിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കേസാണ്. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ എന്താണ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഇവിടുന്ന് ഫയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കിട്ടുക?
ഓക്കെ, ഒരു ഇലക്ട്രോൺ പ്രോട്ടോൺസ് ഒക്കെ ഫയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഈ പറഞ്ഞ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ത് കാണിക്കുന്നുണ്ടെന്നാണ്? വേവ് നേച്ചർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾക്കറിയാം, അതാണ് നമ്മൾ ഡി ബ്രോയി ഹൈപ്പോത്തസിൽ പറഞ്ഞ് എവറി മൂവിങ് പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് എന്ന് പറഞ്ഞത്. സോ നമുക്ക് ഇൻ്റർഫറൻസ് കാണിക്കുന്നത് എപ്പോഴും വേവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ പാർട്ടിക്കിളിനെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സ്ക്രീനിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടിയത്. ഇനി ഇതേ സെയിം ക്വാണ്ടം പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ ക്വാണ്ടം പാർട്ടിക്കിൾസ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഇതെന്ത് ചെയ്യുന്നു? ഒരു ഒബ്സർവർ ഉണ്ട്. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇത് വേവ് ആണെങ്കിൽ ഇൻ്റർഫറൻസ് കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ, പ്രോട്ടോൺ ഒക്കെ പാർട്ടിക്കിൾ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യൽ കോൺസെപ്റ്റ്. പക്ഷേ നമ്മൾ ഇത്രയും ഈ മൊഡ്യൂൾ പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി എന്താണ് ഇതിന് അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ട്, എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ മുൻപും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ ഈ സിസ്റ്റത്തിൽ നടത്തുകയാണ്. അതാണ് ഒബ്സർവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഒബ്സർവറുടെ പ്രസൻസിൽ ഈ സിസ്റ്റം എന്ത് നേച്ചർ കാണിക്കും എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. അതായത് എന്താ അവിടെ സംഭവിച്ചേ? നമ്മൾ നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ആദ്യം ക്വാണ്ടം പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിരുന്നുവെങ്കിൽ രണ്ടാമത് ഒബ്സർവറുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? വേവ് നേച്ചർ കിട്ടുന്നില്ല. സാധാരണ പാർട്ടിക്കിൾ കാണിക്കുന്ന അതേ നേച്ചറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒബ്സർവേഷൻ ക്യാൻ ഇറ്റ് സെൽഫ് ഡിസ്ട്രോയ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. അതായത് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. Now, okay, ഇത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് നമ്മളിവിടെ സ്ലിറ്റ് ഒന്നും കാണിക്കുന്നില്ല, മറിച്ച് എന്തേ ഉള്ളൂ? ഇലക്ട്രോൺസ് ഫയർ ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ ആണ്. അതായത് വിത്തൗട്ട് ആൻ ഒബ്സർവർ നമ്മളൊരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോൺസ് വെച്ചിട്ട് നടത്തുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് വെച്ച് നടത്തുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന പാറ്റേൺ എന്താണ്? നമുക്കറിയാം, ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് കിട്ടുന്നതെന്നറിയാം. അത് നമ്മൾ ഈ പറഞ്ഞ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേ ഉള്ളൂ. ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇവിടെ അറിയാം, ഇലക്ട്രോൺസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സ്പോട്ടുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു മേ ബി ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്ക്രീനാണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഇലക്ട്രോൺസ് ഫയർ ചെയ്യുന്നു, ഇലക്ട്രോൺസ് വന്ന് സ്ക്രീനിൽ പതിക്കുന്നു. ദെൻ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് ഫയർ ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് ഫയർ ചെയ്ത് കഴിയുമ്പം ഇതിങ്ങനെ പല പോയിന്റുകളിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവസാനം നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇൻറ്റൻസിറ്റി കൂടിയതും ഇൻറ്റൻസിറ്റി കുറഞ്ഞതുമായിട്ടുള്ള പോർഷൻ കിട്ടും. അതായത് ചില സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടുതൽ, ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതൽ, ഇൻറ്റൻസിറ്റി കൂടുതൽ, ഇവിടെ കൂടുതൽ, ഇവിടെ കൂടുതൽ, അതിനിടയ്ക്ക് ഇൻറ്റൻസിറ്റി കുറഞ്ഞ റീജിയൻ. അതായത് നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേണിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇൻറ്റൻസിറ്റി കൂടിയ ഇലക്ട്രോൺസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ റീജിയനുകളും കുറഞ്ഞ റീജിയനുകളും നമുക്കിവിടെ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ രീതിയിലുള്ള ഒരു ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ആണ്. ഇതിൽ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ എ എന്ന് പറയുന്നത് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇവിടെ നോക്കി അറിയാം 100 ഇലക്ട്രോൺസ് വെച്ച് ഈ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്.
3000 ഇലക്ട്രോൺ വെച്ച് നടത്തുമ്പോൾ കിട്ടുന്നതാണ് രണ്ടാമത്തെ ഫിഗർ, 70,000 ഇലക്ട്രോൺസ് വെച്ച് നടത്തുമ്പോൾ കിട്ടുന്നതാണ് മൂന്നാമത്തെ ഫിഗർ. ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. അതായത് ഇതൊക്കെ കിട്ടുന്നത് എപ്പോഴാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹൈ ആവുന്ന കേസിലാണ്. സോ ദ ഇൻഡിവിജ്വൽ ഇലക്ട്രോൺസ് ഇൻ എ ഡബിൾ സ്ലിറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ഈവൻച്വലി പ്രൊഡ്യൂസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ്. നമുക്ക് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടുന്നുണ്ട്. ദ പാത്ത് ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഇസ് ഗൈഡഡ് ബൈ ഇറ്റ്സ് ഡീബ്രോയ് വേവ് ടുവേർഡ്സ് ദി അലൗഡ് റീജൻസ് ഓഫ് ഹൈ പ്രോബബിലിറ്റി. ദിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഫക്ട് is not apparent for a small number of electron, but it becomes quite apparent when a large number of electron has been detected. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞ 70,000 ഇലക്ട്രോൺ ഉള്ള കേസിലാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹൈ ആവുന്ന കേസിലാണ് ഈ രീതിയിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഫക്റ്റ് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് അബൌട്ട് ദ പ്രോബബിലിറ്റി ആൻഡ് റാൻഡംനെസ് ആൻഡ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, താങ്ക് യു.